ഹായ് ഫ്രണ്ട്സ്, PSC ഐഡിയാസിലെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നവോത്ഥാന നായികമാരും സംഘടനകളും. എന്താണ് ടോപ്പിക്? നവോത്ഥാന നായികമാരും സംഘടനകളും എന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, കേരളത്തിലെ പ്രധാന നവോത്ഥാന നായികമാർ. എന്താണ് കേരളത്തിലെ പ്രധാന നവോത്ഥാന നായികമാർ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? ആൻസർ: ആര്യപ്പള്ളം, പാർവതി നെന്മേനി മംഗലം, ശാരദ അമ്മാൾ, KC നാരായണി അമ്മ, കാളിക്കുട്ടി ആശാത്തി. ഇത്രയും പേരാണ് കേരളത്തിലെ പ്രധാന നവോത്ഥാന നായികമാർ. ആരൊക്കെയാണ് കേരളത്തിലെ പ്രധാന നവോത്ഥാന നായികമാര്? ആര്യപ്പള്ളം, പാർവതി നെന്മേനി മംഗലം, ശാരദ അമ്മാൾ, KC നാരായണി അമ്മ, കാളിക്കുട്ടി ആശാത്തി. ഇത്രയും പേരാണ് കേരളത്തിലെ പ്രധാന നവോത്ഥാന നായികമാർ. അടുത്ത പോയിന്റ് നോക്കാം. കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ്. ആൻസർ: ആര്യപ്പള്ളം. ആരാണ്? കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ആര്യപ്പള്ളം. അടുത്ത ചോദ്യം, 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ദേശസേവിക സംഘം സ്ഥാപിച്ചത്. എന്താണ് ക്വസ്റ്റ്യൻ? 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ: അക്കമ്മ ചെറിയാൻ. ആരാണ്? അക്കമ്മ ചെറിയാനാണ് 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ദേശസേവിക സംഘം സ്ഥാപിച്ചത്. ആൻസർ: അക്കമ്മ ചെറിയാൻ. നെക്സ്റ്റ് വൺ, അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തി. ആൻസർ: പാർവതി നെന്മേനി മംഗലം. പാർവതി നെന്മേനി മംഗലം ആണ് അന്തർജന സമാജം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തി. ആരാണ്? പാർവതി നെന്മേനി മംഗലം. അടുത്തത്, അന്തർജന സമാജം രൂപീകൃതമായ സ്ഥലം. ആൻസർ: ചേറ്റുപുഴ. ചേറ്റുപുഴയാണ് അന്തർജന സമാജം രൂപീകൃതമായ സ്ഥലം. എവിടെയാണ്? ചേറ്റുപുഴ. ചേറ്റുപുഴയാണ് അന്തർജന സമാജം രൂപീകൃതമായ സ്ഥലം. നെക്സ്റ്റ് വൺ, യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായ ആദ്യ വനിത. ചോദ്യം എന്താണ്? യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായ ആദ്യ വനിത. ആൻസർ: പാർവതി നെന്മേനി മംഗലം. പാർവതി നെന്മേനി മംഗലം ആണ് യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗം അധ്യക്ഷയായ ആദ്യ വനിത. ആരാണ്? പാർവതി നെന്മേനി മംഗലം. അടുത്ത ചോദ്യം, മഹിളാ ദേശസേവിക സംഘിന്റെ പ്രസിഡന്റ്. ചോദ്യം എന്താണ്? മഹിളാ ദേശസേവിക സംഘിന്റെ പ്രസിഡന്റ് ആരാണ്? ആൻസർ: മാർഗരറ്റ് പാവമണി. ആരാണ്? ആൻസർ: മാർഗരറ്റ് പാവമണി. മഹിളാ ദേശസേവിക സംഘിന്റെ പ്രസിഡന്റ് ആണ് മാർഗരറ്റ് പാവമണി. നെക്സ്റ്റ് വൺ, മഹിളാ ദേശസേവിക സംഘ് സ്ഥാപിതമായത്. ആൻസർ: 1931. മഹിളാ ദേശസേവിക സംഘ് സ്ഥാപിതമായത് 1931 കോഴിക്കോടാണ് സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, ആത്മവിദ്യാ സംഘത്തിന്റെ സജീവ പ്രവർത്തകയായിരുന്ന വനിത. എന്താണ് ചോദ്യം? ആത്മവിദ്യാ സംഘത്തിന്റെ സജീവ പ്രവർത്തകയായിരുന്ന വനിത. ആൻസർ: K ദേവയാനി. ആത്മവിദ്യാ സംഘത്തിന്റെ സജീവ പ്രവർത്തകയായിരുന്ന വനിത ആരാണ്? K ദേവയാനി. നെക്സ്റ്റ് വൺ, തിരുവനന്തപുരത്ത് വിനോബ നികേതൻ സ്ഥാപിച്ചത്. എന്താണ് ക്വസ്റ്റ്യൻ? തിരുവനന്തപുരത്ത് വിനോബ നികേതൻ സ്ഥാപിച്ചത്. ആൻസർ: AK രാജമ്മ. 1956 വിനോബ നികേതൻ സ്ഥാപിച്ചത്. ആരാണ് സ്ഥാപിച്ചത്? AK രാജമ്മ. AK രാജമ്മ 1956 വിനോബ നികേതൻ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു. നെക്സ്റ്റ് വൺ, വാർധ ആശ്രമത്തിന്റെ മാതൃകയിൽ മഹിളാ സദനം സ്ഥാപിച്ചത്. ക്വസ്റ്റ്യൻ എന്താണ്? വാർധ ആശ്രമത്തിന്റെ മാതൃകയിൽ മഹിളാ സദനം സ്ഥാപിച്ചത്. ആൻസർ: കൂത്താട്ടുകുളം മേരി. ആരാണ്? കൂത്താട്ടുകുളം മേരി ആണ് വാർധ ആശ്രമത്തിന്റെ മാതൃകയിൽ മഹിളാ സദനം സ്ഥാപിച്ചത്. ആരാണ്?
കൂത്താട്ടുകുളം മേരി. നെക്സ്റ്റ് വൺ, മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത. ആൻസർ AV കുട്ടിമാളു അമ്മ. AV കുട്ടിമാളു അമ്മയാണ് മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിത. ആരാണ്? AV കുട്ടിമാളു അമ്മ. ലാസ്റ്റ് വൺ, തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ. എന്താണ് ക്വസ്റ്റ്യൻ? തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? ആൻസർ അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ. ഇവർ രണ്ടുപേരുമാണ് തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ. ആരൊക്കെയാണ്? അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ. ഇത്രയുമാണ് നവോത്ഥാന നായികമാരും സംഘടനകളും എന്ന ടോപ്പിക്കിൽ പ്രധാനമായും നമുക്ക് പറയാനുള്ളത്. അടുത്തത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.